പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ വീണ്ടും തീപിടുത്തം. സെക്ടർ 18, 19 എന്നിവിടങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായത്. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ. അച്യുതൻ, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഉന്മേഷ്, മഹാകുംഭമേളയ്ക്കിടയിലാണ് വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സെക്ടർ 18, 19 എന്നിവിടങ്ങളിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയതായാണ് അധികൃതർ അറിയിക്കുന്നത്. ഈ തീ പടർന്ന സമയത്ത് തന്നെ അഗ്നിരക്ഷാ സേന എത്തി ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിപ്പോൾ നിയന്ത്രണ വിധേയമാക്കി എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. 6:15 ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. പക്ഷേ അതിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. നിരവധി ടെൻറ്റുകൾ കത്തി നശിച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് എന്ന കാരണം സംബന്ധിച്ചും വ്യക്തതയില്ല. നേരത്തെ ഒരു വലിയ തീപിടുത്തം ഇതേ മഹാകുംഭമേളയിൽ ഉണ്ടാവുകയും അതിനുശേഷം മാർഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അതായത് പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളൊന്നും തന്നെ ടെൻറ്റുകളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്തായാലും ആ കാരണം കൂടി വരേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായതെന്നുള്ളത് നിലവിൽ ആ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. ഉന്മേഷ്, ശരി. അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ ഈ വന്യജീവി ആക്രമണ വാർത്തകളുമായി ബന്ധപ്പെട്ട് സുജാത പറയുന്ന നമ്മുടെ അരിക്കൊമ്പനെ കുറിച്ച് വിവരവുമില്ലല്ലോ എന്നുള്ളതാണ്. അക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഫെൻസിംഗ് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ഇനിയും ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഷാഫി കൊമേരി മസ്കറ്റിൽ നിന്ന് പറയുന്നത്. അങ്ങനെ പ്രേക്ഷകർ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് സജീവമായി.